ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കുന്നത് 1/2 കിലോ കോവയ്ക്ക കൊണ്ടുള്ള നല്ലൊരു മെഴുക്ക് പുരട്ടിയാണ് കാണിക്കുന്നത്. സാധാരണ മെഴുക്ക് പുരട്ടി പോലെ വ്യത്യസ്തമായ ഒരു മെഴുക്ക് പുരട്ടിയാണ് എടുക്കുന്നത്. അതിന് ഇത് ഏറെ ഗുണങ്ങളുള്ളതാണ് കോവയ്ക്ക. ഡയബറ്റീസ്, കൊളസ്ട്രോള്, പ്രഷർ ഇവ ഉള്ളവർക്കൊക്കെ, പിന്നെ തടിയൊക്കെ ഉള്ളവർക്ക് തടി കുറയ്ക്കാനും ഒക്കെ കോവയ്ക്ക ഇഷ്ടമാണ്. പക്ഷേ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇത് കോവയ്ക്ക എടുത്തതിന് ശേഷം ഇതുപോലെ ഈ ഒരു കോവയ്ക്ക എടുത്ത് 4ആയിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. മീൻ ഫ്രൈ ഒക്കെ തോറ്റോ, ഈ മഴക്കാലത്തൊക്കെ മീൻ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതിയാകും. ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ എടുത്തിട്ട് കട്ട് ചെയ്യുന്നത് നാലായിട്ടാണ് ഇതുപോലെ കീറിയെടുക്കുന്നത്. കുറച്ച് വിളഞ്ഞ കോവയ്ക്കയും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. 4 ഭാഗങ്ങളായിട്ട് നീളത്തിൽ കീറി ഇങ്ങനെ എടുക്കണം. നെത്തോലി ഫ്രൈ ഒക്കെ ഇതിൻ്റെ പിന്നിലേ നിൽക്കുകയുള്ളൂ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ അവർ വാരി കഴിക്കുന്നതാണ്. നമുക്കാണെങ്കിൽ ഈ കോവയ്ക്ക ഫ്രൈയും അച്ചാറ്, തൈര് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. കണ്ടോ, 1/2 കിലോ കോവയ്ക്ക എടുത്തിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു, പിന്നെ കുരുമുളക് പൊടി 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടൊക്കെയാണ്. ഉപ്പ് പൊടി നേരത്തെ ഇട്ടതുപോലെ ഒരു 1/2 ടീസ്പൂണാണ് ഉപ്പ് പൊടി ഇട്ടത്. ഇതെല്ലാം കൂടെ ഇട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് നേരത്തെ ഇട്ടത്. ഇതെല്ലാം കൂടെ ഇട്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുക. അതിലൊക്കെ പിടിക്കുന്നതിന് വേണ്ടി നല്ലവണ്ണം ഒന്ന് കുഴച്ച് കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം കുഴയ്ക്കുക. കൈയൊക്കെ ഈ മുളക് പൊടി കൊണ്ട് നീറുന്നവർക്ക് ഒരു തവി എടുത്ത് പിന്നെ ഇങ്ങനെ നല്ലൊരു തവി ഉപയോഗിച്ച് ഇങ്ങനെ കുഴച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം പിന്നെ ഉള്ളി, ചെറിയ ചുവന്ന ഉള്ളിയും ഇഞ്ചിയും കൂടി ചതത് ഒരു 10 ചുവന്ന ഉള്ളി, ഒരു 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇഞ്ചിയും ഇതുപോലെ മുറിച്ചിടുക. ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് ചതച്ചിടുക. കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഇതുപോലെ അരച്ചെടുത്തിട്ട് നമുക്കിതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരു കാരണവശാലും വെളുത്തുള്ളി ചേർക്കാൻ പാടില്ല. വെളുത്തുള്ളി ചേർത്ത് അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. ഇത്രയും ടേസ്റ്റ് വരത്തില്ല. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. കറിവേപ്പില ഇട്ടാൽ നല്ല സ്വാദ് വർദ്ധിക്കുന്നതാണ്. ഞാൻ മഴ കാരണം കറിവേപ്പില എടുക്കാൻ പോയില്ല. അത് കാരണം കറിവേപ്പില ഇട്ടില്ല. നല്ല മഴയാണ്, അതുകൊണ്ട് മഴ കാരണമാണ് ഞാൻ വെളിയിലാണ്, വീട്ടിൻ്റെ വെളിയിൽ കറിവേപ്പില മരം നിൽക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ പുരട്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഫ്രൈയിങ് പാൻ എടുത്തിട്ട് ഏത് ഓയിലാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് 1/2 കിലോ കോവയ്ക്കയ്ക്ക്. നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ നമുക്ക് അധികം എണ്ണ കുടിക്കത്തില്ല. അപ്പോൾ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അതിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഇടാം. ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വയ്ക്കുക. ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്ക് എണ്ണ നല്ല ചൂടായതിന് ശേഷം മാത്രമേ ഇടാവൂ. അത് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് ഇതുപോലെ ഇട്ട് എല്ലാം പരത്തി അങ്ങ് വച്ചേക്കാം നമുക്ക്. അത് കഴിഞ്ഞതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടയ്ക്കേ ചെയ്യരുത്. നമുക്ക് ഒരു ഇങ്ങനെ 10 മിനിറ്റ് ഇട്ടേക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇടുക. 10 മിനിറ്റ് കഴിയുമ്പോൾ അടിവശം നമുക്ക് മൊരിയുന്നതാണ്. കണ്ടോ, മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടിവശം നല്ലവണ്ണം മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറിച്ച് ഇട്ട് കൊടുക്കുക. എല്ലാം ഇങ്ങനെ മറിച്ച് നമുക്ക് ഇളക്കി ഇട്ട് കൊടുക്കും. മീനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യത്തില്ല, അതുപോലെ ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഇങ്ങനെ എല്ലാം മറിച്ചിട്ട് കൊടുക്കണം. അപ്പോഴും മീഡിയം ഫ്ലെയിം തന്നെ വേണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് മറിച്ചിട്ട് കൊടുക്കണം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റ് വെച്ചിട്ടുണ്ട്. തിരിഞ്ഞ് നോക്കേണ്ട കാര്യമേ ഇല്ല. വേറെ ജോലികളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്.
ലോ ഫ്ലെയിം ആകുമ്പം ചെറിയ ബർണറിൽ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ട് ഞാൻ പല കാര്യങ്ങളും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, രാവിലെ ഇഡലിയും ചമ്മന്തി, വേറെ മീൻ കറി എല്ലാം ഉണ്ടാക്കി ഇതിട്ടിട്ട് മീൻ കറി. അപ്പോൾ ഇത് 45 മിനിറ്റ് ഇങ്ങനെ ഇട്ടേക്കും. അപ്പോൾ എണ്ണയും അധികം വേണ്ടി വരത്തില്ല. എണ്ണ അത്രയും മതിയാകും. അധികം കിടന്ന് കഴിഞ്ഞാൽ നല്ല മൊരിഞ്ഞ് വരും. ലോ ഫ്ലെയിമിൽ നല്ല മൊരിഞ്ഞ് വരുന്നതാണ്. അല്ലെങ്കിൽ ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുക, കരിയുന്നതാണ്. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചത്. ഇതിൻ്റെ ഒരു 2-3 കഷ്ണം മതിയാകും നമുക്ക് രുചിയോടെ ചോറ് കഴിക്കാൻ വേണ്ടി. സാധാരണ കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഇത്രയും ടേസ്റ്റ് കാണത്തില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കോവയ്ക്ക ഇങ്ങനെ ഉണ്ടാക്കിയാൽ. ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കി നിങ്ങൾ നോക്കുക. വളരെയധികം സ്വാദേറിയാണ്. ഇനി അടുത്ത ഒരു വീഡിയോയുമായി വരാം. നിങ്ങൾക്ക് ഏവർക്കും ഐശ്വര്യവും ആയുരാരോഗ്യ സൗഖ്യവും എല്ലാം ഉണ്ടാകട്ടെ. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ലൈക്ക് ചെയ്യുക. നിങ്ങളെ എല്ലാ പേരെയും സപ്പോർട്ട് എനിക്ക് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ. ബൈ.